ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ഒരു ഞായറാഴ്ച റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് തൂക്കിക്കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസ് കുതിക്കുന്നത്. ബാൾട്ടി മികച്ച രീതിയിൽ കളക്ഷൻ നേടുമ്പോൾ പറന്നു വെട്ടുകയാണ് ലോക ചാപ്റ്റർ 1. റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് അടിച്ചുകൊണ്ട് ലോക ഓരോ നിമിഷവും പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ ഈ ഒരു 32ാം ദിനത്തിൽ പോകുന്നു. തൊട്ടു പിന്നാലെ ബാൾട്ടി 3ാം ദിനത്തിൽ മികച്ച പ്രകടനവുമായി മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാം. ആദ്യം നമുക്ക് ബാൾട്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബാൾട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ 1 ലക്ഷം രൂപയ്ക്കടുത്താണ് രാവിലെ തന്നെ നേടിയിരിക്കുന്നത്. 25ഓളം ഷോകളിൽ നിന്ന് മികച്ച രീതിയിൽ സിനിമ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ 806 ഷോകൾ സിനിമയുടേതായി ട്രാക്ക് ചെയ്തപ്പോൾ 58,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. തിയേറ്ററിൽ 27% ഒക്യുപ്പൻസിയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 92,40,50,000-ഓളം ട്രാക്ഡ് കളക്ഷൻസും. അതായത് സിനിമ 1,20,00,000 രൂപയോളമാണ് രണ്ടാം ദിനമായ ശനിയാഴ്ച ഞെട്ടിക്കുന്ന കളക്ഷനുമായിട്ടാണ് പോകുന്നത്. ആദ്യ ദിനം 72,50,000 രൂപയായിരുന്നുവെങ്കിൽ 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കുതിപ്പ്. ഇന്ന് ഞായറാഴ്ച തീർച്ചയായും ട്രാക്ഡ് കളക്ഷൻസിലൂടെ 1,20,00,000 രൂപയ്ക്ക് മുകളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും ഞെട്ടിച്ചുകൊണ്ട് തന്നെ കുതിക്കുകയാണ്. ഇനി ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ സിനിമ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ഈ ഒരു 32ാം ദിനം ഞായർ സൂപ്പർ സൺഡേ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത്. അമ്മാതിരി കൊടൂരമായിട്ടുള്ള ഞായറാഴ്ച തുടക്കം അങ്ങനെ തന്നെയാണ്. വേറെയൊന്നുമല്ല, സിനിമ ആദ്യ ദിനത്തിൽ അല്ലെങ്കിൽ പ്രീസെയിലൂടെ തന്നെ ആദ്യ മണിക്കൂറിൽ സിനിമ നേടിയിരിക്കുന്നത് 49 ലക്ഷം രൂപ. അതായത് 50 ലക്ഷം രൂപ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് എത്തുകയാണ്. ഏകദേശം 80 ലക്ഷം രൂപ സിനിമ ഒറിജിനൽ അല്ലെങ്കിൽ ഒരു ഗ്രോസ് ആയി കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗിൽ തന്നെ പ്രീസെയിലൂടെ 912ഓളം ഷോകളിൽ നിന്ന് 28,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 12% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 48,35,886 രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് പുതിയ ചരിത്രമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 32ാം ദിനത്തിലോ 30 ദിനങ്ങൾക്ക് ശേഷമോ ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം പ്രീസെയിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് സിനിമയുടെ ഫൈനൽ കളക്ഷനായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രാക്കിങ്ങിലൂടെ മാത്രം 1,30,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. അതായത് ഇന്ന് സിനിമയുടെ ഫൈനൽ കളക്ഷനായി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1,75,00,000 രൂപയ്ക്ക് മുകളിൽ. ഇന്നലെ ശനിയാഴ്ച ദിനത്തിൽ സിനിമ നേടിയത് 946 ഷോകളിൽ നിന്ന് 1,07,50,000 രൂപയോളമായിരുന്നു. 66,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. അതായത് ശനിയാഴ്ച മാത്രമായി സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,35,40,00,000 രൂപയോളമാണ്. ആ റേഞ്ചിലാണ് സിനിമ നിൽക്കുന്നത്. ഇപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് 102,18 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ്. ഇതെടുത്ത് പറയാനുള്ള കാര്യം, തുടരുമെന്ന ചിത്രമാണ് ഇതിന് മുകളിൽ കയറിയിരിക്കുന്നത്. ആ സിനിമയുടെ ഫൈനൽ ട്രാക്ഡ് കളക്ഷൻ ട്രാക്കേഴ്സ് പ്രകാരം 107,19 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ എത്ര വേണമെന്ന് ചോദിച്ചാൽ കൃത്യം 5 കോടിയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടത്, ട്രാക്കിങ്ങിലൂടെ പറയുമ്പോൾ. അപ്പോൾ ആ റേഞ്ചിലേക്ക് നിൽക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ ശനിയാഴ്ച കളം വിട്ടത്. വേറെയൊന്നുമല്ല, 285 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 111 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രീസെയിലൂടെ സിനിമ 112 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും ഓരോ നിമിഷവും റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡ് തീർത്ത് ഏറ്റവും കൂടുതൽ ഷോസ് നടത്തുന്ന സിനിമ അതായത് 44,300ഓളം ഷോകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. സിനിമ ഇനിയും 50,000 ഷോകൾ കേരളത്തിൽ ചാർട്ട് ചെയ്യപ്പെടുമെന്നുള്ളതും ഉറപ്പിക്കുകയാണ്. ഇവിടെ 67,75,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിടുമ്പോൾ സിനിമയുടെ ഹൗസ്ഫുൾ ഷോകൾ ഏകദേശം നമുക്ക് കാണാൻ കഴിയുന്നു. 4,485 അത്രയുമാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ഞായറാഴ്ച ഒരു വണ്ടർ സൺഡേ മാത്രമല്ല, ഒരു സൂപ്പർ സൺഡേയും ഒരു ബ്ലോക്ക് ബസ്റ്റർ സൺഡേയുമായി മാറ്റിയിരിക്കുകയാണ് ഈ 2 ചിത്രങ്ങളും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സിനിമയ്ക്കാണ് ഈ ഞായറാഴ്ച പോകുന്നത്? ഇതുവരെ ലോക കാണാത്തവരാണെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. ഇന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. OTTയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അടുത്ത മാസത്തേക്ക് കാത്തിരുന്നാൽ നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ്. അത്രത്തോളം ലെങ്തിലാണ് ഈ സിനിമ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ.